അല്ല, അതിപ്പോൾ ഈ ഉള്ളി എന്നുള്ള പ്രചരണം അത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇല്ലാത്ത കാര്യങ്ങൾ തന്നെയാണ്. പക്ഷേ അതെന്നും അത് തന്നെ പറഞ്ഞു വേദനയല്ല. അതാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. അവരുടെ ക്ലിക്കായിട്ടുള്ള ഒരു സാധനം അതാണ്. എന്ന് പറഞ്ഞാൽ താങ്കൾ ഒരു ഹോട്ടലിൽ നിന്ന് ബീഫ് കഴിച്ചിട്ട് ഇറങ്ങി വന്ന് ഉള്ളിയാണ് എന്ന് പറഞ്ഞു എന്നുള്ളതാണ്. ഇതൊക്കെ ഞാൻ ബീഫ് കഴിക്കുന്ന ആളാണോ അല്ലെങ്കിൽ ബീഫ് കഴിക്കാൻ പാടില്ല അതൊക്കെ വേറെ കാര്യം. ഞാൻ ബീഫ് കഴിക്കുന്ന ആളാണോ ഇല്ലയോ എന്നുള്ളതിനെക്കുറിച്ച് എനിക്ക് നല്ല ബോധ്യമുണ്ട്. അതവിടെ ഇരിക്കട്ടെ. ബീഫ് കഴിക്കുന്നതുകൊണ്ട് ഒരു കുഴപ്പമുണ്ടെന്ന് വിചാരിക്കുന്ന ആളുമല്ല ഞാൻ. പക്ഷേ നമ്മുടെ നാട്ടിൽ ഏത് സംഭവവും ഏത് പ്രശ്നവും ഇപ്പോൾ ഫോട്ടോഷൂട്ട് ഷോപ്പ് നടത്തി ആളുകളെക്കുറിച്ച് എന്തും പറയും. മാർഗത്തെ സാധൂകരിക്കുക അങ്ങനെയൊന്നുള്ള ആവശ്യമേ ഇല്ല. കാരണം ഞങ്ങളെ സംബന്ധിച്ച് ഈ വിഷയത്തിൽ ഞങ്ങൾ കൺവിൻസ്ഡ് ആണ്. ഞങ്ങൾ എന്തിനു വേണ്ടി ഇറങ്ങിയെന്നുള്ള കാര്യത്തെക്കുറിച്ച് ഞങ്ങൾക്ക് നല്ല ബോധ്യമുണ്ട്. അതൊരു തെരഞ്ഞെടുപ്പിൽ ഞങ്ങൾ ജയിച്ചില്ല എന്ന് വിചാരിച്ചിട്ട് ആ നിലപാട് മാറുന്നതല്ലല്ലോ. ഞങ്ങളെടുത്ത നിലപാട് ശരിയായ നിലപാടാണ്. കോൺഗ്രസിൻ്റെത് കാപട്യമായിരുന്നു, വഞ്ചനയായിരുന്നു. കോൺഗ്രസ് ജനങ്ങളെ വഞ്ചിച്ചു. BJP മാത്രമാണ് കേരളത്തിൽ കഴിഞ്ഞ 15 വർഷത്തെ തെരഞ്ഞെടുപ്പ് ഫലം പരിശോധിക്കുന്ന ആർക്കും ബോധ്യമാവും ഒരു പടിപടിയായിട്ട് വോട്ടിംഗ് ശതമാനം വർദ്ധിക്കുന്ന ഒരേ ഒരു പാർട്ടി കേരളത്തിൽ ഇന്ന് BJP മാത്രമാണ്. നമ്മുടെ നാട്ടിൽ മോശമായ പലതും നടക്കുന്നുണ്ട്. പക്ഷേ ആളുകളുടെ കാപട്യം കണ്ടുപിടിക്കപ്പെടുന്നുണ്ട്. അതുകൊണ്ട് കുറച്ച് ശ്രദ്ധാലുവാകേണ്ട എന്ന് ഞാൻ ചോദിക്കുന്നത്. അല്ല, അതിപ്പോൾ കാപട്യമാണോ ശരിയാണോ എന്നല്ല. ഇപ്പോൾ ഉദാഹരണത്തിന് എല്ലാവരും ഒരു കണ്ണാടിക്കൂട്ടിലാണ്. പണ്ടത്തെ പോലെയല്ല. നമ്മളെല്ലാവരും ഒരു കണ്ണാടിക്കൂട്ടിലാണ്. ആ ബോധ്യം നമ്മൾക്കുണ്ടായാൽ മതി. കാരണം നിങ്ങളെ 4 വശത്തുനിന്നും ആളുകൾക്ക് കാണാം എന്ന് വിചാരിച്ച് മുന്നോട്ട് പോയി കഴിഞ്ഞാൽ പ്രശ്നമില്ല. എല്ലാം ജീവിതത്തിൽ ഒരു അനുഭവമാണ്. ഈ അനുഭവം കൊണ്ട് ചില നല്ല പാഠങ്ങളും താങ്കൾക്ക് കിട്ടിയിട്ടുണ്ട് എന്ന് കരുതട്ടെ. അത് എല്ലാ പൊതുപ്രവർത്തകർക്കും കിട്ടൂല. അനുഭവമാണല്ലോ ഏറ്റവും വലിയ ഗുരുനാഥൻ. എനിക്കും കിട്ടിയിട്ടുണ്ട് ധാരാളം. ഇത്രയൊക്കെ അനുഭവങ്ങൾ ഉണ്ടായിട്ടും അതുപോലെ ഇതേമാതിരി പാഠങ്ങൾ പഠിച്ചിട്ടൊന്നും ഈ ഒരു സുരേന്ദ്രനും ടീമും അതായത് ഈ ചാണകത്തീറ്റകൾക്കൊന്നും ഇപ്പോഴൊന്നും മനസ്സിലായിട്ടില്ല അല്ലേ? ഇങ്ങനെയൊക്കെ പറഞ്ഞു കഴിഞ്ഞാലും അല്ല, ഇതുകൊണ്ട് തന്നെയാണ് ഇവരൊന്നും ഈ കേരളത്തിൽ അതല്ലെങ്കിൽ ഈ കേരളത്തിൽ അവർക്കൊരു സീറ്റും കാര്യങ്ങളും നേരെ ഇങ്ങനെ കിട്ടാത്തത്. കിട്ടിയ ആളെന്നെ ഇപ്പോൾ പറഞ്ഞില്ലേ, തൃശ്ശൂർ നമ്മൾ ഷിറ്റുഗോപിയാണ്. ആളെ അവസ്ഥ പിന്നെ എന്താണെന്നുള്ളത് അടുത്ത ഇലക്ഷന് നമുക്ക് മനസ്സിലാക്കാം. കാരണം ആളൊക്കെ എല്ലാവരും ഇപ്പോൾ തൃശ്ശൂരൊക്കെ കൈവിട്ട മാതിരിയാണ്. അപ്പോൾ ഈ സുരേന്ദ്രനോട് പറയാനുള്ളത്, ഇങ്ങനെയൊക്കെ അനുഭവങ്ങൾ ഉണ്ടായിട്ടും ഇങ്ങനെയൊക്കെ നിങ്ങൾ വാ തുറന്നാൽ ഇങ്ങനെ ഇതേമാതിരി തീട്ട വർത്തമാനങ്ങൾ മാത്രമേ പറയുള്ളൂ അല്ലേ? എന്താണെങ്കിലും നിങ്ങളൊക്കെ ഈ ഒരു വർത്തമാനം കൊണ്ട് തന്നെ അല്ലെങ്കിൽ ഈ ഒരു സംസാരം കൊണ്ട് തന്നെയാണ് നിങ്ങളൊന്നും ഇപ്പോൾ ഈ ഒരു കേരളത്തിൽ അതല്ലെങ്കിൽ നിങ്ങൾക്കൊരു ഇലക്ഷന് നിൽക്കുമ്പോൾ 8 നിലയിൽ പൊട്ടുന്നത്. എന്നിട്ടും നിങ്ങൾക്ക് ഇതൊന്നും മനസ്സിലാകണില്ല. എന്നാലും മൈക്കും കാര്യങ്ങളും അതല്ലെങ്കിൽ ഒരു ചാനലുകളൊക്കെ വന്നു കഴിഞ്ഞാൽ അതല്ലെങ്കിൽ മീഡിയാസിൻ്റെ ഒക്കെ മുമ്പിൽ വന്നു കഴിഞ്ഞാൽ ഇങ്ങനെ പറയണതൊക്കെ പച്ചക്കള്ളാണെന്നുള്ളത് പറയണ ആൾക്കും അറിയും, ഈ കേൾക്കുന്ന ആൾക്കാർക്കും അറിയും. ഈ ഒരു ഈ പുറത്ത് നിൽക്കുന്ന ജനങ്ങൾക്ക്, അതായത് ഇപ്പോൾ സുരേന്ദ്രൻ തന്നെ പറഞ്ഞല്ലോ, ഇപ്പോൾ ഇതിൻ്റെ ഇടയിൽ എല്ലാവരും ഒരു ചില്ലും കൂട്ടിലാണ്. അതായത് 4 പുറം ഓപ്പൺ ആയിട്ടുള്ളൊരു ചില്ലും കൂട്ടിലാണ്. അത് ഞങ്ങൾ എന്ത് ചെയ്യുന്നുണ്ടെങ്കിലും അത് ജനങ്ങൾ കാണും. എന്നാൽ അങ്ങനെ ചില്ലും കൂട്ടിൽ നിന്നിട്ട് സംസാരിക്കുന്ന ആളാണെങ്കിൽ അല്ലെങ്കിൽ ഇതൊക്കെ ജനങ്ങൾ കാണും. അതല്ലെങ്കിൽ ഇത് മീഡിയാസൊക്കെ ഇത് റെക്കോർഡ് ചെയ്ത് കഴിഞ്ഞാൽ ഇത് മൊത്തം സോഷ്യൽ മീഡിയയിലൊക്കെ ചർച്ചയാകുന്നൊക്കെ അറിഞ്ഞും കൊണ്ട് തന്നെയാണ് വീണ്ടും ഇതേപോലത്തെയുള്ള ഓരോ കാര്യങ്ങളൊക്കെ വിളിച്ചു കൂവുന്നത്. ചെയ്യണത് മണ്ടത്തരം, പറയണത് പൊട്ടത്തരം. എന്താണെങ്കിലും ചാണകത്തിൽ നിന്ന് വന്ന ഒരു ഇതാണല്ലോ, ചാണകമാണല്ലോ അവർക്ക് തിന്നണത്. ഇപ്പം അതാ പുതിയ ഒരു പരാമർശം, അതല്ലെങ്കിൽ ഒരു നമ്മളൊരു കേരളത്തിലെ ഒരു ജില്ലേനെ കുറിച്ചിട്ട്, അതല്ലെങ്കിൽ പ്രത്യേകിച്ച് മലപ്പുറം ജില്ലേനെ കുറിച്ചിട്ടാണ് പറയുന്നത്. മലപ്പുറം ജില്ലയിൽ ഇപ്പോൾ നോമ്പായി കഴിഞ്ഞ 1 മാസം അവർ പട്ടിണിയാണ്, അതല്ലെങ്കിൽ ഒരു പച്ചവെള്ളം പോലും കിട്ടില്ല എന്നൊക്കെ പറഞ്ഞിട്ട് ഇപ്പോൾ അതാ സോഷ്യൽ മീഡിയയിലൊക്കെ ഭയങ്കര ചർച്ച ആയിക്കൊണ്ടിരിക്കുകയാണ്. നമ്മളിപ്പോൾ ശബരിമല വ്രത നോൽക്കുന്ന കാലത്ത് കടകളിലൊന്നും നിർബന്ധപൂർവം അവിടെ വെജിറ്റേറിയൻ കച്ചവടമേ നടത്താൻ പാടുള്ളൂ എന്ന് പറയാറില്ല. പക്ഷെ മലപ്പുറം ജില്ലയിൽ 1 മാസം 1 തുള്ളി വെള്ളം ഒരാൾക്ക് ലഭിക്കില്ല. എന്തൊരു ഫാസിസ്റ്റ് സമീപനമാണിത്. നാം വ്രതം എടുക്കുന്നു, നമ്മൾ കുടിക്കുന്നില്ല. പക്ഷേ 1 മാസം മലപ്പുറം ജില്ലയിലും കോഴിക്കോട് ജില്ലയിലെ പല സ്ഥലങ്ങളിലും, ഞാൻ എൻ്റെ നേരെ അനുഭവം പറയാം, 1 മാസം 1 തുള്ളി വെള്ളം ലഭിക്കുന്നില്ല. നിങ്ങൾ ഒരു പുരോഗമന പാർട്ടിക്കാരും ഇതിനെക്കുറിച്ച് സംസാരിക്കുന്നേ ഇല്ല. ഒരു തരത്തിൽ റാഡിക്കൽ എലമെൻറ്റ്സ് അല്ലെങ്കിൽ അത്തരം നിഗൂഢ ശക്തികൾ ഈ രീതിയിൽ വലിയ പ്രവർത്തനങ്ങൾ അവിടെ നടത്തുന്നുണ്ട്. മുസ്ലിം ലീഗിൻ്റെ അപ്രമാദിത്വം ചോദ്യം ചെയ്യാൻ ആരും തയ്യാറില്ലാത്തത് കൊണ്ട് ഇതൊന്നും പുറത്തു വരുന്നില്ലെന്നേ ഉള്ളൂ. ഒറ്റപ്പെട്ട സംഭവമല്ല സാർ. രാമനാട്ടുകര മുതൽ തൃശ്ശൂർ ജില്ലയുടെ അതിർത്തി വരെ 1 മാസക്കാലം 1 തുള്ളി വെള്ളം ആർക്കും കിട്ടില്ല. ഇത് ഒറ്റപ്പെട്ട സംഭവമല്ല. അതൊന്നും ഞാൻ പറയുന്നില്ല. ഉച്ചക്കഞ്ഞി മുടങ്ങി പല സ്ഥലത്തും വലിയ പ്രക്ഷോഭങ്ങൾ വേണ്ടി വന്നു. അപ്പോൾ നിർബന്ധിച്ചാണ് കടയടപ്പിക്കുന്നതെന്ന് ചോദിച്ചാൽ ആരും നിർബന്ധിക്കുന്നതായിട്ട് നമ്മൾ കണ്ടിട്ടില്ല. പക്ഷെ കടകളൊന്നും തുറക്കുന്നില്ല. അത് ശരിയായ ഒരു സമീപനമല്ല. പുരോഗമന പാർട്ടികൾ തന്നെ അതിൻ്റെ രംഗത്ത് വന്നിട്ട് അതിനെതിരെയുള്ള സമീപനം എടുക്കണം. വലിയ പുരോഗമനം പ്രസംഗിച്ചാൽ പോരാ.
അല്ല, ഈ ചങ്ങായി എന്തൊക്കെയാ ഈ വിളിച്ച് പറയണത്? അതല്ല, ഈ സുരേന്ദ്രന് എന്തായാലും അനുഭവം ഉണ്ടായി എന്നൊക്കെയാണ് പറയണത്. അപ്പോൾ ഈ അനുഭവം ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് ഏത് കടയാണ്, അതല്ലെങ്കിൽ മലപ്പുറം ജില്ലയിൽ ഏത് ഭാഗത്താന്നൊക്കെ ഒന്ന് പറയണം, തെളിവ് കൊടുക്കണേ പറയണം. കാരണം എന്നാലും വിശ്വസിക്കുക. അതല്ലാതെ ഒരു ക്യാമറ അതല്ലെങ്കിൽ മൈക്കടൊക്കെ മുമ്പിൽ വന്നിട്ട് ഇങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ ആരും വിശ്വസിക്കൂല. പിന്നെ അതുമല്ല, നിങ്ങൾ പറയണത് പൊട്ടത്തരാണ്, പിന്നെ മണ്ടത്തരങ്ങളാണ്, പറയണത് നുണയെന്നൊക്കെ എല്ലാവർക്കും അറിയാം. പക്ഷെ എന്നാലും നിങ്ങൾ തെളിവാണ്, അതല്ലെങ്കിൽ എനിക്ക് അനുഭവം ഉണ്ടെന്നൊക്കെ നിങ്ങൾ പറഞ്ഞു. മലപ്പുറം ജില്ലയിൽ വന്നു കഴിഞ്ഞാൽ തുള്ളി വെള്ളം പോലും കിട്ടില്ലെന്ന്. ചിലപ്പോൾ ശരിയായിരിക്കാം. നിങ്ങൾ ഏതെങ്കിലുമൊക്കെ ഒരു നോമ്പായ സമയത്ത് അല്ലെങ്കിൽ റമദാനായ സമയത്തൊക്കെ നിങ്ങൾ ഏതെങ്കിലുമൊക്കെ കടയിൽ പോയപ്പോൾ നിങ്ങൾ ചിലപ്പോൾ കണ്ടപ്പോൾ കട അടച്ചിട്ടുണ്ടാവും. അതെന്താണെന്ന് വെച്ചാൽ ചിലപ്പോൾ നിങ്ങൾ ചാണകം അല്ലെങ്കിൽ ഗോമാതാവിൻ്റെ മൂത്രമൊക്കെ ചോദിക്കാൻ വേണ്ടിയിട്ടാണ് നിങ്ങൾ വന്നിട്ടുണ്ടാകുക എന്ന് വിചാരിച്ചിട്ട് ചിലപ്പോൾ അവർ കട അടച്ചിട്ടുണ്ടാവും. കാരണം നിങ്ങൾ ചാണകമൊന്നും ഇപ്പോൾ മലപ്പുറം ജില്ലയിൽ ഇപ്പോൾ ഒരു കടയിലും കച്ചവടം ചെയ്യണില്ല. അല്ലെങ്കിൽ മനുഷ്യന്മാർ കഴിക്കണ മാതിരിയുള്ള 3 നേരമുള്ള അരിഭക്ഷണമൊക്കെ ആണെങ്കിൽ അത് മലപ്പുറം ജില്ലയിൽ കിട്ടുമായിരുന്നു. പക്ഷേ ചാണകം ചോദിച്ചപ്പോൾ ചിലപ്പോൾ കിട്ടിയിട്ടുണ്ടാവില്ല. അതല്ലെങ്കിൽ ഗോമൂത്രം, അതിൽ ഒരു തുള്ളി വെള്ളം പോലും കിട്ടിയാന്നൊക്കെ പറയില്ലേ. നിങ്ങൾക്ക് ഗോമൂത്രമാണല്ലോ നിങ്ങളെ മെയിൻ. അപ്പോൾ അത് കിട്ടിയിട്ടുണ്ടാവില്ല. അതുകൊണ്ടുള്ള വിഷമം കൊണ്ടാക്കാരം ഈ ഒരു സുരേന്ദ്രന്മാർ പരാമർശമൊക്കെ പറഞ്ഞിരിക്കണത്. അപ്പോൾ ഈ ചാണക സുരേന്ദ്രനോട് പറയാനുള്ളത്, അല്ല ഞാൻ പറയണില്ല, എന്തായാലും ഈ മലപ്പുറം ജില്ലയിലുള്ള ആൾക്കാർ തന്നെ, അതല്ലെങ്കിൽ അവിടെ കച്ചവടം ചെയ്തവർ, അതല്ലെങ്കിൽ അവിടെ ജനിച്ച് വളർന്നവരെന്നെ എന്താണ് ഈ സുരേന്ദ്രനോടുള്ള മറുപടി, അല്ലെങ്കിൽ സുരേന്ദ്രൻ പറഞ്ഞതിനുള്ള മറുപടി അവരെന്നെ കൊടുക്കട്ടെ. എന്നാലുള്ള നമുക്കൊക്കെ, നമ്മളിപ്പോൾ മറ്റേ ജില്ലയിലുള്ളതാണ്, അതുകൊണ്ട് ഈ മലപ്പുറം ജില്ലയെ കുറിച്ച് പറയുമ്പോൾ ഈ മലപ്പുറം ജില്ലയിലുള്ള ആൾക്കാർ തന്നെയാണ് അതിനൊരു മറുപടി കൊടുക്കട്ടെ. നിങ്ങൾ റമദാൻ മാസം തുറന്നിരുന്നു? റമദാൻ മാസം 30 ദിവസം ഇവിടെ തുറന്നിട്ടുണ്ട്. എല്ലാ നോമ്പിനും ഇവിടെ തുറന്നിട്ടുണ്ട്. ആകെ 25 നോമ്പിന് മാത്രമേ ഞാൻ തുറക്കാത്തുള്ളൂ. അല്ലാത്ത ദിവസമൊക്കെ ഇവിടെ തുറന്നിട്ടുണ്ട്. എല്ലാവർക്കും ഭക്ഷണം കൊടുക്കുകയും ചെയ്തിട്ടുണ്ട്. ഇവിടെ 11 മാസം പോലെ തന്നെയാണ് റമദാൻ മാസം. റമദാൻ മാസത്തിൽ നമ്മുടെ നോർമൽ എന്ത് കിട്ടുന്നോ അതെല്ലാം റമദാൻ മാസത്തിൽ ഇവിടെ കിട്ടും. അയാൾ മലപ്പുറത്ത് വന്നിട്ടില്ല. എന്താന്നുള്ള മലപ്പുറം ജില്ലയെ പറ്റി ആൾക്കൊന്നും അറിയാത്തതുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞിട്ടുള്ളത്. അത് മറ്റുള്ളവർക്കൊന്നും അങ്ങനെ അഭിപ്രായം നമ്മൾ കേട്ടിട്ടില്ലല്ലോ. കരുതി കൂട്ടി കളവ് പ്രചരിപ്പിച്ച് എന്തെങ്കിലും ഒരു കാര്യം BJPക്ക് നേടിയെടുക്കാൻ സാധിക്കുമോ എന്നുള്ള ഒരു ശ്രമം മാത്രമാണ്. എന്നാൽ അത് മലപ്പുറത്തെ ജനങ്ങൾ അർഹിക്കുന്ന അവജ്ഞയോടുകൂടി അത് തള്ളിക്കളയും. അഭിപ്രായം ഉണ്ടെന്നുണ്ടെങ്കിൽ എന്തായാലും തെറ്റാണ്. ഹോട്ടലില് വെള്ളം മാത്രമല്ല, ബിരിയാണിയോ മന്തിയോ എന്ത് വെള്ളം കിട്ടും. അങ്ങനെ ഒരു വിഷയം വരുന്നില്ല. എല്ലാവർക്കും അവൈലബിൾ ആണ്. എന്ത് ആവശ്യങ്ങൾക്കും കിട്ടുന്നുണ്ട്. എല്ലാ സ്ഥലത്തും ഉണ്ട് സാധനങ്ങൾ. മലപ്പുറത്തുള്ള ആരും ഇതുവരെ ഫുഡ് കിട്ടില്ല ഇതുവരെ പറഞ്ഞു കേട്ടിട്ടില്ല. ഇവിടെ ജനിച്ചു പറഞ്ഞത് ഹിന്ദു ആയിക്കോട്ടെ മുസ്ലിം ആയിക്കോട്ടെ ആരായിക്കോട്ടെ, ഞങ്ങൾ പരസ്പര സ്നേഹത്തോടു കൂടിയാണ്. അറിവില്ലാത്തൊരു വ്യക്തിയാണ് ഇതിനെക്കുറിച്ച് സംസാരിച്ചിരിക്കുന്നത്. അപ്പോൾ ചാണക സുരേന്ദ്രനോട് പറയാനുള്ളത്, അടുത്ത വർഷം അതല്ലെങ്കിൽ അടുത്ത നോമ്പാവുമ്പോൾ നമുക്ക് കേരളത്തിൽ 14 ജില്ലകളാണല്ലോ. അപ്പോൾ ബാക്കി വരുന്ന മലപ്പുറം ഒഴിച്ചിട്ടുള്ള 13 ജില്ലയിലുള്ള ആൾക്കാർ, അതായത് ചാണകം തിന്നണ നിങ്ങളുടെ ടീമിലുള്ള കുറച്ച് ആൾക്കാർ, കുറച്ചല്ലേ കേരളത്തിലുള്ള മൊത്തം ചാണകം തീറ്റകളെയും വിളിച്ചോളൂ. എന്നിട്ട് നമുക്ക് മലപ്പുറത്ത് പോയിട്ട് എന്താണ് നമുക്ക് അവിടെ സെറ്റാക്കാം ആ ഒരു മാസം. എന്നിട്ട് നമുക്ക് കടകളൊക്കെ ഓപ്പൺ ആക്കാം. എന്നിട്ട് ഒരു കടയിൽ നമുക്ക് എന്താണ്, അതായത് ഓരോ മുക്കിലും മൂലയിലും ഓരോ ചെറിയ ചെറിയ കടകൾ. എന്നിട്ട് എന്ത് ചെയ്യണം, ഒരു കടയിൽ ചാണകം കൊണ്ടുള്ള ജ്യൂസും ചാണകം കൊണ്ടുള്ള കുറച്ച് ഐറ്റംസുകളും ഉണ്ടാക്കുക. ഒരു കടയിൽ നമുക്കൊന്ന് കുഴിമന്തി ആണെങ്കിലും ചിക്കൻ ആണെങ്കിലും മട്ടൻ ആണെങ്കിലും ബീഫാണെങ്കിലും ഒക്കെ ഒന്ന് സെറ്റാക്കിയിട്ട് നമുക്കൊന്ന് അടുത്ത വർഷം റമദാനിൽ നമുക്കത് അടിച്ചു പൊളിക്കാം. എന്തായാലും നിങ്ങളെ പരാജയങ്ങൾ തീർന്ന് കിട്ടുകയും ചെയ്യും. കാരണം അവിടുന്ന് പച്ചവെള്ളം കിട്ടണില്ല എന്നല്ലേ പറയുന്നത്. അതുകൊണ്ട് ഇപ്പോൾ ഈ റമദാനിൽ ഇപ്പോൾ ഒരുപാട് ആൾക്കാർ വെള്ളം കിട്ടാതെ ഒരുപാട് ആൾക്കാർ മരിച്ചുകൂണേ. കാരണം ഇപ്പോൾ സോഷ്യൽ മീഡിയയിലൊക്കെ ഇപ്പോൾ അതാണല്ലോ ചർച്ച. ഈ ഒരു നോമ്പ് കഴിഞ്ഞതിന് ശേഷം മലപ്പുറം ജില്ലയിൽ വെള്ളം കിട്ടാതെ ഒരുപാട് ആൾക്കാർ മരിച്ചു എന്നാണ് ഇപ്പോൾ നമുക്കൊക്കെ ന്യൂസ് കേൾക്കുന്നത്. സുരേന്ദ്രൻ്റെ വാർത്തയിൽ കൂടെ, അല്ലെങ്കിൽ സുരേന്ദ്രൻ്റെ പീത്ത നാവ് കൊണ്ട് പറഞ്ഞതാണ്. അതായത് വെള്ളം കിട്ടണില്ല, ഒരു തുള്ളി വെള്ളം പോലും കിട്ടണില്ല എന്നൊക്കെ പറഞ്ഞ്, അങ്ങനെയാണെങ്കിൽ ഒരുപാട് ആൾക്കാർ മരിച്ചു വേണ്ടത് ഈ മലപ്പുറം ജില്ലയിൽ. പക്ഷെ അതെന്തായാലും ഈ ഒരു കാലഘട്ടത്തിൽ അതല്ലെങ്കിൽ മലപ്പുറം ജില്ലയിൽ അങ്ങനെയൊന്നും ഇപ്പോൾ സംഭവിക്കില്ല. കാരണം അത്രയും നല്ല ജനങ്ങളാണ്. വെള്ളം കിട്ടാതെ ഒന്നും ആരും അവിടെ മരിക്കില്ല. പിന്നെ സുരേന്ദ്രൻ്റെ സമാധാനത്തിന് വേണ്ടിയിട്ട് അടുത്ത വർഷം നമുക്ക് ഈ പറഞ്ഞ പോലെ തന്നെ അവിടെ മുക്കിലും മൂലയിലും പോയിട്ട് നമുക്ക് കടകളൊക്കെ ഓപ്പൺ ആക്കാം. എന്നിട്ട് ഒരു സൈഡിൽ ചിക്കനും മട്ടനും അൽഫാമും കുഴിമന്തിയും എല്ലാതും അടിച്ചു പൊളിച്ചാൽ ഒരു സൈഡിൽ നമുക്ക് ചാണകം കൊണ്ടുള്ള കുറച്ച് ഐറ്റംസുകൾ നമുക്ക് ചെയ്യാം. പിന്നെ എന്താ വെച്ചാൽ പണ്ടൊക്കെ ഇപ്പോൾ നമ്മൾ ബീഫും പൊറോട്ടയും കഴിച്ചിട്ട് അത് എന്താണ് ഉള്ളിയാണെന്ന് പറഞ്ഞാൽ ഉള്ളി സുരേന്ദ്രനല്ലേ ഇപ്പോൾ അത്. അപ്പോൾ ആൾക്ക് എത്രത്തോളം വിദ്യാഭ്യാസം അതല്ലെങ്കിൽ വിവരം ഉണ്ട് എന്നൊക്കെ നമുക്ക് ഇതൊന്ന് മനസ്സിലാക്കാം. ഇങ്ങനത്തെ ഒരു സംസാരം അതല്ലെങ്കിൽ ഇങ്ങനെ സോഷ്യൽ മീഡിയയിൽ വന്നിട്ട് അതല്ലെങ്കിൽ ഇങ്ങനെ ചാനലിൻ്റെയൊക്കെ മുമ്പിൽ മാധ്യമങ്ങളൊക്കെ മുമ്പിൽ ഇങ്ങോട്ട് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു പബ്ലിസിറ്റി ആവും. അതല്ലെങ്കിൽ ആളൊന്ന് ഈ സോഷ്യൽ മീഡിയയിലൊക്കെ നിറഞ്ഞു നിൽക്കും എന്നുള്ള ഒരൊറ്റ ഉദ്ദേശം കൊണ്ട് പറഞ്ഞതാണ് ഇങ്ങനത്തെ ഒരു പരാമർശം മലപ്പുറം ജില്ലേനെ കുറിച്ചിട്ട് പറയുന്നത്. പിന്നെ
മുസ്ലിങ്ങളെ നെഞ്ഞത്ത് കയറലാണല്ലോ ഇവറ്റങ്ങളെ മെയിൻ പരിപാടി. അതെന്തായാലും ഇപ്പോൾ ഉള്ളിസുരൊക്കെ ഇപ്പോൾ ഇത് എന്തായാലും മനസ്സിലായിട്ടുണ്ടാവും. എന്താണേലും ഇപ്പോൾ ഞാൻ പറഞ്ഞതുപോലെ അടുത്ത വർഷം നമുക്കെന്താണ് മലപ്പുറം ജില്ലയിൽ സെറ്റാക്കാം. അതോടുകൂടി നിങ്ങളെ പരാതിയും കാര്യങ്ങളൊക്കെ എന്താണ് അതിന്ന് തീർന്ന് കിട്ടും. എല്ലാവർക്കുള്ള വെള്ളം കൂടി, അതല്ലെങ്കിൽ എല്ലാവർക്കും ഒരു തുള്ളി വെള്ളം കിട്ടാതെ ആരും എന്താണ് അവിടെ മരിച്ചു വീഴില്ല.